ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുരഞ്ജനവും പ്രാർത്ഥനയും നിറഞ്ഞ ഈ നോമ്പ് കാലത്തിൻ്റെ 34-ാം ദിനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഇതുവരെയും നമ്മെ പോറ്റി പുലർത്തിയ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം, നന്ദി കരയേറ്റാം. ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രൂശിലെ സ്നാനം എന്നതാണ്, ദി ബാപ്റ്റിസം ഓഫ് ക്രോസ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 35 മുതൽ 50 വരെയുള്ള വാക്യങ്ങളാണ്. ക്രൂശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹ മാനവജാതിയുടെ പാപം മുഴുവൻ ഏറ്റെടുത്ത് നമുക്കായി ഗോൽഗോഥായിൽ യാഗമായി തീർന്നതാണ് ഓർമ്മ വരിക. സ്വന്തം പുത്രനെ നമുക്കായി യാഗമർപ്പിച്ചതിലൂടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സ്നേഹമാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് കിട്ടേണ്ടിരുന്ന ശിക്ഷ അവൻ സ്വന്തമായി ഏറ്റെടുത്ത് നമ്മെ പാപമോചിതരാക്കി നിത്യജീവനിലേക്ക് നമ്മെ അടുപ്പിക്കുവാനിടയാക്കി. സ്നാനത്തിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുകയും കർത്താവിനോട് കൂടുതലായി ചേർക്കപ്പെടുകയും ചെയ്യുന്നു. 2 കൊരിന്ത്യർ 5:17 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. മനുഷ്യരുടെ ഉള്ളിലെ പാപങ്ങളെ നീക്കിക്കളഞ്ഞ് കർത്താവിൻ്റെ മന്ദിരമാക്കി നമ്മുടെ ശരീരത്തെ പുതുക്കണം. പഴയത് കഴിഞ്ഞുപോയി, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ നമുക്കിടയാകണം. അതാകുന്നു ക്രൂശിലെ സ്നാനം എന്നതിലൂടെ നാം മനസ്സിലാക്കുന്നത്. നാം സ്വയം നമ്മെപ്പറ്റി ചിന്തിക്കണം. നാം ചെയ്യുന്ന പാപങ്ങൾ, ദൈവത്തിനെതിരായി ചേരുന്ന ഓരോ കാര്യങ്ങളും നമ്മിൽ എങ്ങനെ തിരികെ ഭവിക്കും എന്ന് ആലോചിക്കേണ്ടതാണ്. സ്വയം വിടുതൽ ലഭിക്കുവാനായി, രക്ഷ പ്രാപിക്കുവാനായി ക്രൂശിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കണം. നിലവിലെ കാലഘട്ടമോ ദൈവത്തെയും അവൻ ചെയ്യുന്ന ഓരോ നന്മകളെയും മറന്ന് ലോകമോഹങ്ങൾക്ക് പിറകെ പോകുന്ന ആളുകൾ. എന്നാൽ അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിപ്പാനും ദൈവസ്നേഹമെന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. ഈ 50 ദിനം നോമ്പിൻ്റെ കാലയളവിൽ നാം കൂടുതലായി ദൈവത്തെ അറിയുവാനും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് സ്വീകരിക്കേണ്ടതിനെ ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരത്തെ അവനായി സമർപ്പിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നവരാകണം. സകല പാപങ്ങളിൽ നിന്നും വിടുതൽ നൽകുന്നവനും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നവനും ദാവീദ് പുത്ര കരുണയുണ്ടാകണമേ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ മനസ്സലിയുന്നതിനുമായ കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്ന വിശ്വാസത്താൽ മുന്നോട്ടു പോകുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.